വല്യപ്പാക്കും മോനും ഇപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. വൈകുന്നേരമായ രണ്ടാളും ഇതാ ഇതുപോലെ അങ്ങോട്ട് നടക്കാൻ ഇറങ്ങും. അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഈ പരിസരത്തായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ട് അടിച്ച് നമ്മുടെ ഈ വളവൊന്ന് തിരിഞ്ഞ് കുറച്ചങ്ങോട്ട് നടന്നാൽ ഒന്ന് രണ്ട് ഷോപ്പുകൾ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് എന്തെങ്കിലും കടല മിഠായിയോ ഗോലു മിഠായിയോ ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് ഏത് മിഠായി വാങ്ങി കൊടുത്താലും ഐറൂസ് നേരെ മോളുവിൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കും. മോള് തൊലിച്ചു കൊടുത്താലേ തിന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് വന്ന കവറിനെ കുറിച്ച് വലിപ്പവും കട്ടിയൊക്കെ കൂടുതലുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് പഴംപൊരി സമൂസയൊക്കെയാണ്. അപ്പോൾ ഒരുപാട് കുറച്ച് സമൂസയും പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരമല്ലേ ചായക്ക് കടിയൊക്കെ കൂട്ടാമെന്ന് കരുതിയിട്ടാവും. അതപ്പോൾ തന്നെ പഴംപൊരി ഉണ്ട്. പഴംപൊരി ആർക്കാ? ഐറൂസിന് കേട്ടോ. കാരണം അവന് എരിവൊന്നും കൂട്ടണ്ടല്ലോ എന്ന് കരുതി അവന് പഴംപൊരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ വീടിൻ്റെ അപ്പുറത്ത് തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കണതാണ്, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണതാണ്. പുറത്തുനിന്ന് ഉണ്ടാക്കി ബേക്കറിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതല്ല, വീട്ടുകാരൻ ഉണ്ടാക്കി അവിടെ അവരുടെ ഒരു കുഞ്ഞിക്കടയുണ്ട്, ആ ഒരു ഷോപ്പിൽ തന്നെ വിൽക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു കുറച്ചൊരു സമാധാനമുണ്ട്. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങുന്നതല്ലല്ലോ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണല്ലോ എന്നുള്ള. അങ്ങനെ ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. മക്കളൊക്കെ അത് കഴിച്ച് ഐറൂസ് ആയാലും ഇപ്പോൾ ഐറൂസ് ആണെങ്കിൽ വൈകുന്നേരം ആയപ്പോൾ അവന് നമ്മൾ മുന്നേ കിട്ടണം ചായ ചായ എന്നും പറഞ്ഞ് അവൻ വരും. ഉറക്കം എഴുന്നേറ്റ് വന്നാൽ വേഗം കിട്ടണം ചായ. ഇപ്പോൾ ഓരോ വാക്കുകൾ ഇങ്ങനെ പഠിച്ച് വരികയാണ്, ചായ വെള്ളം എന്നൊക്കെ ഉള്ള. അപ്പോൾ ഉണർന്ന് കഴിഞ്ഞാൽ അവന് ചായ കിട്ടണം. അപ്പോൾ ഞാൻ മോളൂനും ഐറൂസിനും നീനുട്ടിക്കാണ് ചായ ഉണ്ടാക്കിയത്. ഇത് വേറെ ആർക്കും വേണ്ട, എൻ്റെ കെട്ടിയവനും വേണ്ട, ഇതുമൂന്നും അവർക്ക് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. മോളൂനും നീനുനും തന്നെയാണ് കൂടുതൽ ചായൻ്റെ പ്രിയ. ഞാൻ ഉണ്ടാക്കുന്ന അതേപോലത്തെ ചായൻ്റെ അവർക്കും കിട്ടണം കേട്ടോ. ഇത് രണ്ടാക്കും രണ്ട് മധുരമാണ്. മോളൂന് അത്യാവശ്യം നല്ല മധുരം വേണം. നീനുന് എൻ്റെ ഒപ്പം കുടിച്ച് ഒരു ഇച്ചിരി മധുരം മതി കേട്ടോ. കുറച്ചൊരു മധുരം, ഇളം മധുരം ഇങ്ങനെ പോയാൽ മതി. അങ്ങനെ രണ്ട് പേർക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഓരോ ഗ്ലാസ്സിലിട്ട് അവർക്കുള്ള ചായയൊക്കെ കൊണ്ടുവന്ന് ചെന്നപ്പോഴേക്കും അവർ എന്താ പറയുക, നമ്മുടെ സ്നാക്സൊക്കെ അപ്പോഴേക്കും തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ കൊണ്ടുവന്ന പാടെ അത് തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കടി പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോഴേക്കും പിന്നെ അവരുള്ള ഐറൂസിൻ്റെ ബിസ്ക്കറ്റൊക്കെ തിന്നാണ് അഡ്ജസ്റ്റ് ചെയ്ത് ചായ കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇത് ഐറൂസും ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്. നമ്മുടെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം ഞങ്ങളങ്ങനെ മുറ്റത്ത് വൈകുന്നേരം ഇറങ്ങുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. ഐറൂസിനാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നീനുട്ടി ഇതിലാണ്ടൊക്കെ കൊണ്ടുപോയി മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണുക. പക്ഷേ പോകുന്ന പോലെ ഇങ്ങോട്ട് വരില്ല കേട്ടോ ഐറൂസ്.